പ്രിയപ്പെട്ടവരെ, ഇന്ന് പുതിയ ഒരു വീഡിയോയുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. മലയാളികളല്ല, ഇന്ത്യക്കാരായാലും നമ്മൾ എവിടെ ചെന്നാലും ഇറച്ചി മീനും ഇല്ലാത്ത ഒരു ഭക്ഷണം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. നമുക്കിന്ന് ചന്ത തേടിയുള്ള യാത്രയാണ്. എവിടെയാണ് എല്ലാം ഫിഷ് ഐറ്റം കിട്ടുമെന്ന് നമുക്ക് നേരിട്ട് കാണാം. ഇവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സീ മാർക്കറ്റിൽ എന്തെങ്കിലും ഫിഷൊക്കെ കിട്ടുമെന്ന് എന്തായാലും നമുക്ക് ഉള്ളിലോട്ട് ചേരാം. കൊഞ്ചുണ്ട് കേട്ടോ, നല്ല കൊഞ്ച്, പിടയ്ക്കണ കൊഞ്ചുണ്ട്, നല്ല കൊഞ്ച്. ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല, ഈർക്കലയിലൊക്കെ കുത്തി വെച്ചേക്കുന്ന ഐറ്റം എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല. എന്നാൽ തന്നെ നല്ല പച്ച മീനാണ് ഇരിക്കുന്നത്. കക്കയുണ്ട്, കക്കയുടെ ഇങ്ങനെ അത് വിദേശികളൊക്കെ തിന്നുന്നതായിരിക്കും, സായിപ്പുമാരൊക്കെ തിന്നുന്ന ഐറ്റംസ് ആയിരിക്കും. എന്നാലും നമ്മുടെ കണവയുണ്ട്, പിന്നെ സാൽമനുണ്ട്, പിന്നെ വിവിധതരം കുറേ ഫിഷുണ്ട് കേട്ടോ. കുറേ ഫിഷുമായിട്ട് ഞാൻ താരതമ്യം ചെയ്ത് നോക്കിയപ്പോൾ യു കെക്കാളിലും കുറച്ചും കൂടെ വിലയൊക്കെ കുറവാണ്. അപ്പം ഞങ്ങൾ മേടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചെമ്പല്ലിയും പിന്നെ കൊഞ്ചുമാണ് മേടിച്ചത്. ഞങ്ങൾക്ക് കുഴപ്പമില്ലാത്ത റേറ്റിൽ അത് കിട്ടുകയും ചെയ്തു. അവിടുന്ന് ഞങ്ങൾ ചെമ്പല്ലിയൊക്കെ നല്ലൊരെണ്ണം മേടിച്ച് കട്ട് ചെയ്ത് മുറിച്ച് അവർ ക്ലീനാക്കിയൊക്കെ തരും. അതൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ പോയത് പിന്നെ കെ മാർട്ട് എന്ന് പറയുന്ന വിലക്കുറഞ്ഞ ഒരു സാധനങ്ങളൊക്കെ കിട്ടുന്ന, ഞങ്ങൾ വന്ന ഈ ഉപ്പ്, മുളക് ഒക്കെ, മല്ലിപ്പൊടി, പഞ്ചാര, തേയിലയൊക്കെ ഇട്ട് വെക്കാനുള്ള പാത്രങ്ങളൊക്കെ മേടിക്കാനായിട്ട് കെ മാർട്ടിൽ കിട്ടും. ഈ കെ മാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമാത്രമല്ല കേട്ടോ, അവിടെ ഡ്രസ്സ് A to Z സാധനങ്ങൾ കിട്ടുന്നതിൽ കടയാണ് ഈ കെ മാർട്ട് എന്ന് പറയുന്ന സ്ഥലം. കാരണം വളരെ വിലക്കുറവാണ്, ചീപ്പ് വിലയാണ്. അവിടുന്ന് ഞങ്ങൾ കുറേ പർച്ചേസ് ചെയ്ത് ഞങ്ങൾ കറങ്ങാനും ഇഷ്ടം വലിയൊരു ഷോപ്പിംഗ് മോളാണത് കേട്ടോ. ആ ഷോപ്പിംഗ് മോൾ കെ മാർട്ടും ഉണ്ട്, അങ്ങനെ വിവിധതരം 5-6 ഷോപ്പുകളൊക്കെ ഉണ്ട്. ഞങ്ങളെന്തായാലും അവിടെ കയറി വൻ തിരക്കായിരുന്നു അവിടെ. എന്നാലും ഞങ്ങൾ ചുറ്റി കറങ്ങി ഒരു സൈഡിൽ കൂടെ മറ്റൊരു സൈഡിൽ വന്നപ്പോഴത്തേക്ക് ഒരു 3/4 മണിക്കൂർ പിടിച്ചു. ഞങ്ങളെല്ലാം നടന്ന് കണ്ടു. എന്തായാലും വല്ലപ്പോഴും ഒക്കെ ഇറങ്ങുന്നില്ലേ, അതുകൊണ്ടൊക്കെ ചുറ്റി നടന്ന് കാണാമെന്ന് വിചാരിച്ചു, കൂടുതൽ നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അവിടുന്ന് വാങ്ങി. ഇപ്പം ഷോപ്പിൽ ഇത് ബാറ്ററിയുടെയും പിന്നെ ഡ്രസ്സിൻ്റെയും ഷൂസിൻ്റെയും പിന്നെ ഗ്രോസറി ഐറ്റംസിൻ്റെയും പിന്നെ എല്ലാം ഒരുപാട് ഷോപ്പുണ്ട്. പറഞ്ഞാൽ തീരാത്തതിൻ്റെ അത്ര ഇങ്ങനെ വലുപ്പത്തിൽ ഒരറ്റത്തു നിന്ന് അങ്ങേ അറ്റം വരെ കിടക്കുകയാണ് കേട്ടോ. നമ്മൾ യു കെയിലൊക്കെ കണ്ടതുപോലെ ഈ മോറിസൺസ്, സെയിൻസ്ബറി ഒക്കെ അങ്ങനെയൊക്കെയുള്ള കണ്ടതുപോലെയാണ്. പിന്നെ അവിടെ തന്നെ ഇരുന്ന് ഷോപ്പ് ചെയ്യാനും എടുക്കാനും ഒക്കെയുള്ള കടകളും പിന്നെ എല്ലാം ഉണ്ട്. കഴിക്കാനും KFC ഒക്കെ ഉണ്ട്. ഞങ്ങൾ അവിടുന്ന് KFCയിലൊന്നും പിള്ളേരെ നിർബന്ധിച്ചെങ്കിലും ഒരു സൈഡിൽ കൂടെ പിള്ളേരെയും പിടിച്ചുകൊണ്ടങ്ങ് നടന്ന് മുന്നോട്ടങ്ങ് നീങ്ങിയത്. പിന്നെ ഞങ്ങൾ പിന്നെ പച്ചക്കറി മേടിക്കാൻ കയറി. അവിടെ ഇച്ചിരി നമ്മൾ മറ്റുള്ള കടകളിലെ അപേക്ഷിച്ചും ഒരു 10-20 പെൻസൊക്കെ കൂടുതലാണെങ്കിലും കുഴപ്പമില്ലാതെ എനിക്ക് തോന്നി. ഞങ്ങൾ പിന്നെ അവിടുന്ന് കുറേ പച്ചക്കറിയൊക്കെ മേടിച്ചു. അവിടുന്ന് പിന്നെ അവിടെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. പിന്നെ നമ്മളെവിടെ പോയാലും ഈ ഫ്രൂട്ട്സ് ഐറ്റംസ് എന്ത് ഫ്രീ കിട്ടും എന്ന് നോക്കിയപ്പോൾ ഞാൻ ഒരു സൈഡിൽ നോക്കിയപ്പം കുട്ടികൾക്ക് ഫ്രൂട്ട്സ് ഫ്രീ കിട്ടി എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനൊന്നും കളിച്ചില്ല. മക്കളെ പാടാ 2 ആപ്പിൾ എടുത്തോളാൻ പറഞ്ഞു. അവർ 2 ആപ്പിളുമായിട്ട് നേരെ വന്നു. ആ ആപ്പിളും പരിധിക്കൊണ്ട് ഞാനും പിള്ളേരും എല്ലാവരും കൂടി സാധനം മേടിക്കാനായിട്ടും ഞങ്ങളും നടന്നു. സാധനമൊക്കെ മേടിച്ചു, അവിടുന്ന് പർച്ചേസ് ചെയ്ത് പിന്നെ ഇനി ഞങ്ങൾ പോകാനൊരുങ്ങിയിരിക്കുന്നത് ഇവിടെ വലിയൊരു മലയാളിയുടെ ഷോപ്പുണ്ട്. മലയാളി ഷോപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് A to Z സാധനങ്ങൾ ആ മലയാളി ഷോപ്പിൽ നിന്ന് കിട്ടും. ഇത്തരം വലിയൊരു മലയാളി ഷോപ്പ് ഞാൻ UK പോലും കണ്ടിട്ടില്ല. അത്തരത്തിലുള്ളൊരു മലയാളി ഷോപ്പ് ഇവിടെയുണ്ട്. ആ മലയാളി ഷോപ്പിലോടൊക്കെ നമുക്ക് അടുത്ത ഇപ്പം നമ്മൾ സാധനം മേടിച്ചാലും നമ്മൾ തന്നെ ബില്ലൊക്കെ അടിക്കണം കേട്ടോ. അവിടെ വേറെ ഉണ്ടെങ്കിലും അവർ സഹായിക്കുമെങ്കിൽ നമ്മൾ തന്നെ ബില്ലടിക്കണം. അപ്പോൾ മലയാളി ഷോപ്പാണ് ഈ കാണുന്നത്. മലയാളി ഷോപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ മാങ്ങ, ചക്ക, പായ, ഏത്തയ്ക്ക, പാവയ്ക്ക, പടവലങ്ങ, പച്ചിങ്ങ, പയറ്, കരിമ്പ് എന്ന് വേണ്ട നമ്മൾ നാട്ടിൽ എന്ത് നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ കിട്ടാത്തതുണ്ടോ അതെല്ലാം ഇവിടെ കിട്ടും. കൂടുതൽ വീഡിയോകളൊന്നും അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സമയമില്ല ഇതിനകത്ത്. അതുകൊണ്ട് നമുക്ക് ഇനി വരുന്ന വീഡിയോകളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട്, വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ വീഡിയോകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇന്നത്തെ വിശേഷങ്ങളിൽ, ഇന്നത്തെ വീഡിയോകളിൽ നിങ്ങൾ ഇത്രയൊക്കെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ കുറേ വെറൈറ്റി വീഡിയോകളുമായിട്ട് ഇനിയും ഞാൻ വരും. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം, നമ്മളെ മറക്കരുത്, ഒന്ന് ലൈക്ക് ചെയ്യണം. ചെറിയ പിന്തുണകളാണ് പിന്നീട് വലിയൊരു പിന്തുണയായി മാറുന്നത്. അതുകൊണ്ട് ഈ ചെറിയ പിന്തുണ നിങ്ങളിൽ നിന്നും ഓരോരുത്തരിൽ നിന്നും പ്രതീക്ഷിച്ചുകൊണ്ട് അപ്പം ബൈ, ഗുഡ് നൈറ്റ്. അടുത്തത് കാണാം.